അമൃത സുരേഷിന്റെ തുറന്നു പറച്ചിലുകൾക്ക് ശേഷവും തുടർന്ന് സൈബർ ആക്രമണത്തിനെതിരെ സംസാരിക്കുകയാണ് സഹോദരി അഭിരാമി സുരേഷ്. ബാലയ്ക്കെതിരെ മകൾ സംസാരിച്ചത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല എന്നും തന്റെ അമ്മ വേദനിക്കുന്നത് കണ്ട് മകൾ എന്ന നിലയിൽ പ്രതികരിച്ചു പോയതാണെന്നും അഭിരാമി സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നു. അതേക്കുറിച്ച് അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സാധാരണ ഞാൻ ഇത് വീഡിയോയിലൂടെയാണ് അഭിസംബോധന ചെയ്യുക. പക്ഷേ ഇന്ന് ഞാൻ തകർന്നിരിക്കുകയാണ്. ധീരതയുടെ മുഖം എടുത്തണിഞ്ഞു വന്നിരുന്ന് സംസാരിക്കാനാകില്ല. എന്റെ പോസിറ്റിവിറ്റി കൊണ്ട് പിടിച്ചുയർത്താൻ ശ്രമിച്ച ആളുകളുണ്ടായിരുന്ന വിശ്വാസം തന്നെ നഷ്ടമായിരിക്കുന്നു. അവിശ്വാസത്തിന്റെയും ദുഃഖത്തിന്റെയും അതിരുകൾക്കപ്പുറത്തേക്ക് എന്നെ തള്ളിവിട്ട വേദനിപ്പിക്കുന്ന ഒരു സത്യം പങ്കുവയ്ക്കാനാണ് ഈ സന്ദേശത്തിന്റെ കാരണം. അടുത്തിടെ എന്റെ സഹോദരി പുത്രിയായ 12 വയസ്സുള്ള കുട്ടിയെക്കുറിച്ച് ഒരുപാട് നുണകളാണ് പ്രചരിക്കപ്പെട്ടത്. അതിന്റെ ക്രൂരത അസഹനീയമാണ്. തന്റെ പിതാവ് അസുഖബാധിതനായി ആശുപത്രിയിൽ കിടപ്പിലായപ്പോൾ അവൾ സന്ദർശിക്കുകയും ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടുവെന്നും തെറ്റായ വാദം ഉയർന്നിരുന്നു. അവൾ അദ്ദേഹത്തെ സന്ദർശിച്ചുവെന്നത് സത്യമാണെങ്കിലും ഈ സംസാരം ഒരിക്കലും നടന്നിട്ടില്ല. അവളുടെ പ്രതിച്ഛായ തകർക്കാനും അവളുടെ ആത്മാവിനെ തകർക്കാനും ലക്ഷ്യമിട്ടുള്ള വളച്ചൊടിച്ച കെട്ടുകഥയായിരുന്നു അത്. ഇതൊരു ചെറിയ തെറ്റിദ്ധാരണ മാത്രമായിരുന്നില്ല. ഒരു നിരപരാധിയായ കുട്ടിയെ അത്യാഗ്രഹിയായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു. എന്തിനു വേണ്ടി? ഇതിനകം തന്നെ തകർന്നുപോയ ഒരു കുടുംബത്തിന് മേൽ മറ്റൊരു മുറിവ് വരുത്താനോ? ഇന്നത്തെ കുട്ടികൾ മുൻ തലമുറകളിലെ പോലെയൊന്നുമല്ല. 1-2 വയസ്സ് മുതൽ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലേക്കും എത്തുന്ന അവർ 4 വയസ്സാകുമ്പോഴേക്കും ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഡിജിറ്റൽ ലോകത്തെ എളുപ്പത്തിൽ സഞ്ചരിക്കുന്നു. അവർ സാങ്കേതികമായി അവബോധമുള്ളവരും അറിവുള്ളവരും അവരുടെ പ്രായത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്വയം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയാവുന്നവരുമാകും. ഞങ്ങളുടെ കുട്ടിയും വ്യത്യസ്തയല്ല. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ബ്ലോഗർ ആയതാണ്. തനിക്ക് തോന്നുമ്പോൾ സ്വന്തം താല്പര്യമനുസരിച്ച് വീഡിയോ ചെയ്ത് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു. അവൾ തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരു നിഷ്ക്രിയ കുട്ടിയുമല്ല. താൻ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് അറിവുള്ളവളും അതുമായി സംവദിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവളുമാണ്. ഏറ്റവും വേദനാജനകമായ കാര്യം എന്തെന്നാൽ ആളുകൾ അവളുടെ സത്യസന്ധമായ പ്രസ്താവനകളെ എങ്ങനെ പൂർണ്ണമായും അവഗണിക്കുന്നു. അവളുടെ അമ്മ അവളെ ബ്രെയിൻ വാഷ് ചെയ്തുവെന്ന് പറയുന്നതാണ്. 2-3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആഘാതകരമായ സംഭവങ്ങൾ ഓർക്കാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. എന്നാൽ അത് സത്യമല്ല. വളരെ ചെറിയ പ്രായത്തിൽ പോലും ആഘാതകരമായ അനുഭവങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിൽ ശാശ്വതമായ മുദ്ര പതിപ്പിക്കുന്നു എന്നത് മനഃശാസ്ത്രത്തിന്റെയും മനോരോഗ ചികിത്സയുടെയും പിൻബലത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ്. ഒരു കുട്ടി വളർന്നതുകൊണ്ട് മാത്രം ഈ ഓർമ്മകൾ മായ്ക്കപ്പെടുന്നില്ല. പകരം അവ മനസ്സിൽ തങ്ങിക്കിടക്കും. ചിലപ്പോൾ മറിഞ്ഞിരിക്കുന്നുവെങ്കിലും എല്ലായ്പ്പോഴും അവിടെയുണ്ട്. ട്രിഗർ ചെയ്യപ്പെടുമ്പോൾ അവ വീണ്ടും ഉയർന്നു വരുന്നു. മൂർച്ചയുള്ളതും വ്യക്തവുമായിരിക്കും അത്. മറക്കാനുള്ള അവസരം ലഭിക്കാത്തതിനാൽ ഞങ്ങളുടെ കുട്ടി ഒന്നും മറന്നില്ല. തുടക്കത്തിലെ ട്രോമാറ്റിക് സംഭവങ്ങൾക്ക് ശേഷം വിവാഹമോചന നടപടികളിലേക്കും അതിനപ്പുറവും അവളുടെ പിതാവ് കുടുംബത്തെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന അന്തരീക്ഷത്തിൽ അവൾ തുടർന്നു. അവൾ കോടതിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഒരു കുട്ടിക്കും ഒരിക്കലും സഹിക്കാൻ പാടില്ലാത്ത ഒരു അനുഭവം. ഈ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ അവൾക്ക് ആ വേദനാജനകമായ ഓർമ്മകളെ കുഴിച്ചു മൂടുന്നത് അസാധ്യമാക്കി. അതിനാൽ ഇത് അവളുടെ മനസ്സിൽ പതിഞ്ഞ ഒന്നായിരുന്നില്ല, മറിച്ച് ഇത് അവളുടെ യാഥാർത്ഥ്യമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യവും അവൾക്കുണ്ടായിരുന്നു. അതിലും വേദനിപ്പിക്കുന്ന കാര്യം വിശ്വസിക്കുന്നതിന് പകരം അവളെ വിധിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. ഓർത്തിരിക്കാൻ വളരെ ചെറുപ്പമാണെന്നും സത്യം അറിയാൻ ചെറുപ്പമാണെന്നും അവകാശപ്പെട്ട ആളുകൾ അവളെ ഉപദ്രവിച്ചയാളുടെ പക്ഷം ചേർന്നു. പക്ഷെ അവൾക്കറിയാമായിരുന്നു മറ്റാരും അങ്ങനെ ചെയ്യില്ലെന്ന്. അവൾ മനസ്സിലാക്കിയതിനാൽ അവൾ സംസാരിച്ചു. അവളുടെ ധീരമായ പ്രവൃത്തി ആരും നിർബന്ധിച്ചതിന്റെയോ അല്ലെങ്കിൽ അവളെ മാനിപ്പുലേറ്റ് ചെയ്തതിന്റെയോ ഫലമായിരുന്നില്ല. തന്റെ അമ്മ ആക്രമിക്കപ്പെടുന്നുവെന്ന് കണ്ട് അവൾക്ക് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച ഒരു കുട്ടിയുടെ ധീരമായ തീരുമാനമായിരുന്നു അത്. ആളുകൾ തന്നെ ചോദ്യം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുമെന്ന് നന്നായി അറിഞ്ഞിട്ടാണ് അവൾ ഇത് ചെയ്തത്. അതാണ് അവളുടെ ശക്തി. എന്റെ സഹോദരി ഒരുപാട് കഷ്ടപ്പെട്ടു. 18-19 വയസ്സിൽ നടന്ന തന്നെ തകർത്ത ദുരന്തമായി മാറിയ വിവാഹത്തിന് ശേഷം അവൾ അവളുടെ ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. അവളുടെ സ്ഥാനത്തുള്ള പല സ്ത്രീകളെയും പോലെ അവളും പൂർണ്ണമായും ശരിയല്ലാത്ത പല തെരഞ്ഞെടുപ്പുകൾ നടത്തി. സമാധാനവും സ്നേഹവും ആവശ്യമായി വന്നപ്പോൾ എടുത്ത തീരുമാനങ്ങളായിരുന്നു അവ. ട്രോമ നമ്മളെ വ്യക്തമായ മനസ്സോടെ വിടുകയില്ല. അത് നിങ്ങളുടെ വിവേചന ശേഷിയെ ബാധിക്കും. ചിലപ്പോൾ ആശ്വാസം പോലെ തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും. അതാണ് അവൾ ചെയ്തത്. അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അവൾ പടിയിറങ്ങി. അവളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൾ ഒളിച്ചോടിയില്ല. അവൾ കുടുംബത്തെ ഉപേക്ഷിച്ചില്ല. സ്വയം മല്ലിടുമ്പോഴും ഞങ്ങളെ സംരക്ഷിച്ചും പിന്തുണച്ചും അവൾ എപ്പോഴും ഉണ്ടായിരുന്നു.
വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഒടുവിലായി സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചതിന് അവളെ വിധിച്ച അതേ ആളുകൾ ഇപ്പോൾ അവളെ ഉപദ്രവിച്ച ആളുടെ പക്ഷം പിടിക്കുന്നു എന്നതാണ് ഏറ്റവും മോശം കാര്യം. അവർ അവന്റെ നുണകൾ വിശ്വസിക്കുന്നു. അവർ അവന്റെ ശബ്ദത്തിന് ശക്തി നൽകുന്നു, അതിജീവിക്കാൻ ശ്രമിക്കുന്നു, അവളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന, മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒരു സ്ത്രീയോട് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നു. കുറച്ച് ഫോട്ടോകളിൽ പുഞ്ചിരിക്കുന്നതോ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ പെരുമാറ്റം പ്രതിഫലിപ്പിക്കുന്നതോ കുറ്റകരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വർഷങ്ങളുടെ അവഗണനയ്ക്കും വേദനയ്ക്കും ശേഷം അവൾ ഒരിക്കൽ തനിക്കായി ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. അതിനാണോ നിങ്ങൾ അവളെ അവഹേളിക്കുന്നത്? അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെട്ട് സമാധാനം തേടിയതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ആ സമാധാനം ഹാനികരമായ ഒന്നായി മാറിയപ്പോൾ അവൾ നടന്നകന്നു. എന്നിട്ടും അവളെ പിന്തുണയ്ക്കേണ്ട ആളുകളാൽ തന്നെ അവൾ ഇപ്പോൾ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവളുടെ മുൻ പങ്കാളി അവളെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിടിക്കുകയും പരിഹാസത്തിനും മോറൽ അബ്യൂസിനും വിധിയാക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ വിധിക്കലുകളാൽ ഛിന്നഭിന്നമായപ്പോൾ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അവൾ ഒറ്റയ്ക്ക് കരയുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അവന്റെ നുണകൾ കേൾക്കുന്നതിന്റെ തിരക്കിലായിരുന്നു നിങ്ങൾ. അവന്റെ ക്രൂരതയുടെ തീ ആളെ കത്തിക്കുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്റെയും സ്ത്രീയുടെയും വേഷം ഏറ്റെടുക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. പിന്തുണയ്ക്കാനായി ഞങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ നേരിടുന്നത് ചില വ്യക്തികൾ വർഷങ്ങളായുള്ള മാനിപ്പുലേഷനും കളവും കാരണം ശക്തമായി മാറിയ നിന്ദയും നിർദ്ദയമായ പരിഹാസവുമാണ്. ഒരു പിഞ്ചുകുട്ടിയും പ്രായമായ അമ്മയും ശുശ്രൂഷിക്കാനുള്ളതിനാൽ എഴുന്നേറ്റ് നിന്ന് പോരാടുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും. ഞങ്ങൾ പരാജയപ്പെടുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ശ്വാസം ഞങ്ങളിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. എന്നാൽ ഇതറിയുക, ലോകം ഞങ്ങളെ ഉച്ചത്തിലും വ്യക്തമായും കേൾക്കും. ഈ കഷ്ടപ്പാട് നിങ്ങളുടെ കൈകളിലാണ്. ഇതൊക്കെയാണെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല. മറ്റാരും ചെയ്യാത്തപ്പോൾ അമ്മയ്ക്ക് വേണ്ടി നിലകൊണ്ട ഈ ധീരയായ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ പോരാടും. വർഷങ്ങളോളം സങ്കല്പിക്കാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോവുകയും കരയുകയും കഷ്ടപ്പെടുകയും ചെയ്ത ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത ഞങ്ങളുടെ അമ്മയ്ക്കായി ഞങ്ങൾ പോരാടും. അവർക്ക് 60 വയസ്സിന് മുകളിലാണ് പ്രായം. മിക്ക ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിലും കൂടുതൽ അവർ സഹിച്ചു. അവർ സമാധാനം അർഹിക്കുന്നു. അവർ സ്നേഹം അർഹിക്കുന്നു. അവരുടെ അന്തസ്സിനും കുടുംബത്തിനുമെതിരായ ഈ നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്ന് സ്വതന്ത്രയാകാൻ അവർ അർഹയാണ്. ഞങ്ങൾക്ക് കുറവുകളുണ്ടാകാം, ഞങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും നമ്മൾ അനുഭവിച്ച നരകത്തെ ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഞങ്ങൾ പോരാടി, പക്ഷെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഞങ്ങൾ പോരാട്ടം തുടരും. കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമല്ല. ഇത് വളരെയധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ക്രൂരതയ്ക്കും അനീതിക്കുമെതിരെ നിലകൊള്ളുന്നതിനെ കുറിച്ചാണ്. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ പോരാടുന്നത് തുടരും. ശരിയായതിനു വേണ്ടി നിലകൊള്ളും. ഞങ്ങളെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കും. കാരണം ഞങ്ങളല്ലെങ്കിൽ ആര് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി വിമർശകർക്കുള്ള മറുപടിയായി ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.